everyone, welcome back to our channel Food and Beauty. ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കറികളൊന്നും ഇല്ലെങ്കിൽ പോലും ചോറുണ്ണാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കൻ ചെമ്മീൻ ചമ്മന്തിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. സെയിം മെത്തേഡാണോ ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ ഉണക്ക ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്വാദുള്ള ഉണക്ക ചെമ്മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് വറുത്തൊന്ന് വച്ചിരിക്കുന്നതാണ് കേടാവാതിരിക്കാനായിട്ട്. ഇനി വീണ്ടും നമുക്കിതൊന്നുകൂടി വറുത്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. നമ്മൾ എടുക്കുന്ന ചെമ്മീൻ്റെ പകുതി അളവിൽ തേങ്ങ ചിരകിയത് ഇതിന് ആവശ്യമാണ്. അപ്പോൾ തേങ്ങ ചിരകിയത് ഇവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി വേണം. സ്വാദിന് മാത്രം മതി കേട്ടോ, കൂടുതലാവണ്ട. എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കാം. ഞാൻ ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലെ പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു 5-6 ചുവന്ന ഉള്ളി, ഇത്ര കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ എടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ ഒരു പച്ചമുളകും കൂടിയാണ് കേട്ടോ. നമുക്കിത് റെസിപ്പിയിലേക്ക് പോവാം. ചെമ്മീനും ഉണക്കമുളകും നമുക്ക് ജസ്റ്റ് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെമ്മീനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാനിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുത്താൽ മാത്രം മതി. വറുക്കുന്ന സമയത്ത് എക്സോസ്റ്റ് ഫാനൊക്കെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല സ്മെല്ലായിരിക്കും. പഴയ പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ടത് നമുക്ക് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലപോലെ കിലുങ്ങുന്ന രീതിയിൽ വരും ക്രിസ്പി ആവുന്ന ആ സമയത്ത്. അതുകൂടാതെ വേറൊരു മനസ്സിലാക്കാനുള്ളൊരു ടിപ്പാണ്, ഇതുപോലെ അതിൽ നിന്ന് അതിൻ്റെ കൊമ്പും മുള്ളും ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വീണ് വരുന്നതാണ്. ആ സമയത്ത് നമുക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മീൻ മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിൽ ആ മുള്ളുകളൊക്കെ സെപ്പറേറ്റ് വീണല്ലോ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ. അപ്പോൾ നല്ലപോലെ ഫൈൻ പൗഡറായിട്ട് കിട്ടും. അങ്ങനെ ഫൈൻ പൗഡർ ആക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും നമ്മൾ എടുത്തു വച്ചിട്ടുള്ള പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ആദ്യം, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ജസ്റ്റ് നല്ലപോലെ പൊടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. നന്നായിട്ട് അരച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചമ്മന്തി റെഡിയാണ്. പുളിയും എരിവും ഉപ്പും നമ്മൾ നോക്കുക കേട്ടോ, കറക്റ്റാണോ എന്നുള്ളത്. ഇനി എരിവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ വീണ്ടും പച്ചമുളക് മാത്രം ചേർക്കുക. ഉണക്കമുളക് ചേർക്കുന്നതെങ്കിൽ വീണ്ടും വറുത്തിട്ട് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ മുളകിൻ്റെ കുത്തലുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ഫുഡ് ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.